രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ നാളെ പാലക്കാടെത്തി വോട്ട് ചെയ്തേക്കുമെന്നാണ് സൂചന. ആദ്യ കേസിൽ ഈ മാസം 15 വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് 23 വയസ്സുകാരിയുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഇതോടെ രാഹുലിന് താൽക്കാലിക ആശ്വാസമായി. രാഹുലിനെതിരെ രണ്ടാമത്തെ കേസിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് ആദ്യം ചുമത്തിയിരുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി പോലീസ് ചുമത്തിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. വിവാഹ വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടിയെ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചതെന്ന് തെളിയിക്കുന്ന തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളായിരുന്നു ഇതിൽ പ്രധാനം. പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുതെന്നും ജാമ്യവ്യവസ്ഥയിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ നാളെ പാലക്കാട് എത്താൻ സാധ്യതയുണ്ട്. പാലക്കാട് 24-ാം വാർഡിലാണ് രാഹുലിന് വോട്ടുള്ളത്. ഉച്ചയോടെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. അതേസമയം കഴിഞ്ഞ 2 ആഴ്ചയായി ഒളിവിൽ തുടരുന്ന എംഎൽഎ തിരിച്ചെത്തിയാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെയും ബിജെപിയുടെയും തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.